ഹായ് കൂട്ടുകാരെ, നസു ക്രിയേഷനിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളപ്പിറവിക്ക് കുട്ടികൾക്ക് പറയാൻ പറ്റിയ ഒരു കൊച്ചു പ്രസംഗമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. മാന്യസദസ്സിന് വന്ദനം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 1. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്ന് 64 വർഷം പൂർത്തിയായിരിക്കുന്നു. കേരള സംസ്ഥാനം രൂപീകൃതമായതിൻ്റെ ഓർമ്മയ്ക്കാണ് നാം മലയാളികൾ ഓരോ നവംബർ 1-നും കേരളപ്പിറവി ദിനമായി ആഘോഷിക്കുന്നത്. 1956 നവംബർ 1-നാണ് ഭാഷാടിസ്ഥാനത്തിൽ പഴയ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ പ്രദേശങ്ങൾ ചേർത്ത് കേരളമെന്ന കൊച്ചു സംസ്ഥാനം പിറവിയെടുത്തത്. പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതാണ് കേരളം എന്നൊരു ഐതിഹ്യമുണ്ട്. കൂടാതെ കേരളത്തിൽ വന്ന അറബികൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന അർത്ഥം വരുന്ന കൈരുള്ള എന്ന അറബി വാക്കിൽ നിന്നാണ് കേരളം എന്ന പേര് വന്നു എന്നൊരു കഥയുമുണ്ട്. ഏതായാലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല മേഖലകളിലും കേരളം വളരെ മുന്നിലാണ്. പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്നതാണ് നമ്മുടെ കേരളം എന്നത് ഓരോ മലയാളിക്കും അഭിമാനമേകുന്നതാണ്. ഏകദേശം 3,33,00,000 ജനസംഖ്യയുള്ള കേരളം മതമൈത്രിക്ക് പേരുകേട്ട സംസ്ഥാനമാണ്. കേരളത്തിലുണ്ടായ മഹാമാരികളായ പ്രളയം, നിപ്പ വൈറസ്, കൊറോണ വൈറസ് എന്നിവയെ നേരിട്ട രീതി ലോകപ്രശംസ പിടിച്ചുപറ്റിയ സംഭവങ്ങളാണ്. കേരളത്തിലെ ഈ ഒത്തൊരുമയും മതമൈത്രിയും എന്നും നിലനിർത്താൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.